ഇന്ത്യയുടെ എയർഫോഴ്സ് ഇനി കൂടുതൽ അപകടകാരിയായ ഒരു പുതിയ ആയുധം സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന ചെറിയ സൂചനകൾ നമുക്ക് ലഭിക്കുകയാണ്. ശത്രുവിനെ കാണാതെ തന്നെ 70 കിലോമീറ്റർ അകലത്തിൽ നിന്ന് കൃത്യമായി തകർക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട് സിസ്റ്റം. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണോ നിർമ്മിക്കുന്നത്? ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇതൊരു സാധാരണ ഡിഫൻസ് ന്യൂസ് അല്ല. ഇത് ഇന്ത്യയുടെ ഭാവിയിലെ യുദ്ധരീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ നീക്കം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഫ്രാൻസിലെ സഫ്രാനും ചേർന്ന് ഒരു വലിയ ജോയിന്റ് വെഞ്ചർ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇവരുടെ ലക്ഷ്യം ഒറ്റത്തവണ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലോക പ്രശസ്തമായ ഹാമർ മിസൈൽ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നതാണ് ആ വലിയ ലക്ഷ്യം. ഈ കരാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം രൂപം കൊണ്ടു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഹാമർ? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഹാമർ എന്നത് ഹൈലി എജീൽ മൊഡ്യൂലാർ മ്യൂണീഷ്യൻ എക്സ്റ്റൻഡഡ് റേഞ്ച് എന്നതിന്റെ ചുരുക്ക പേരാണ്. സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു പ്രിസിഷൻ ഗൈഡഡ് സ്മാർട്ട് ബോംബാണ്. സാധാരണ ബോംബുകൾ ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കണമെന്നില്ല. പക്ഷേ ഹാമർ എന്തു ചെയ്യും? ഒരു സാധാരണ ബോംബിനെ തന്നെ അത്യാധുനിക സ്മാർട്ട് വെപ്പണാക്കി മാറ്റും. ഇത് വികസിപ്പിച്ചിരിക്കുന്നത് സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് ആണ്. 2007 മുതൽ ഫ്രഞ്ച് എയർഫോഴ്സിൽ ഇത് സേവനത്തിലുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഹാമറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ മോഡുലാർ ഡിസൈൻ തന്നെയാണ്. അതായത് വ്യത്യസ്ത ഗൈഡഡ് സിസ്റ്റങ്ങൾ ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ്. ഉദാഹരണത്തിന് INS അല്ലെങ്കിൽ GPS ഉപയോഗിക്കുന്ന വേർഷൻ ഏത് കാലാവസ്ഥയിലും ലക്ഷ്യം കണ്ടെത്തും. ഇൻഫ്രാറെഡ് ഗൈഡഡ് രാത്രി പോലും കൃത്യമായി ആക്രമണങ്ങൾ നടത്തും. ലേസർ ഗൈഡഡ് ആകുമ്പോൾ നീങ്ങുന്ന ടാർഗറ്റുകളെയും തകർക്കാൻ കെൽപ്പുള്ളവയാണ്. ഇതെല്ലാം അങ്ങേയറ്റം കൃത്യതയോടെ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് ശത്രുവിന്റെ എയർ ഡിഫൻസിന് പുറത്തു നിന്ന് തന്നെ ആക്രമണം നടത്താനും കഴിയും. ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ്? സിമ്പിളായി പറഞ്ഞു തരാം. ഇന്ത്യയുടെ റഫേൽ ഫൈറ്റർ ജെറ്റുകൾ, HAL തേജസ്, മറ്റു പല അന്താരാഷ്ട്ര ജെറ്റുകളും ഇതുമായി കോമ്പാറ്റബിൾ ആണ്. ഇന്ത്യ ഇതിനകം തന്നെ 2020 അടിയന്തര സാഹചര്യത്തിൽ ഹാമർ കിറ്റുകൾ വാങ്ങിയിരുന്നു. അന്ന് ചൈനയുമായുള്ള ലഡാക്ക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കൈക്കൊണ്ടിരുന്നത്. അതിലൊരു പ്രധാന കാര്യം എന്താണെന്നാൽ ഇത് വേഗത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഉപയോഗിക്കാനും സാധിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് മറ്റ് ഓപ്ഷനുകളെക്കാൾ ഹാമർ ഇപ്പോൾ ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ കുറഞ്ഞ ഉയരത്തിൽ നിന്നും ലോഞ്ച് ചെയ്യാനുള്ള കഴിവും കഠിനമായ ഭൂഭാഗങ്ങളിൽ പോലും കൃത്യമായ ആക്രമണവും ഹാമറിനെ വലിയ ശക്തമായ ഒരു ആയുധമാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഇത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഗുണം? ആദ്യമായി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം നമുക്ക് കുറയും. രണ്ടാമതായി ആവശ്യമായ സമയത്ത് വേഗത്തിൽ ഇത് ലഭ്യമാകും. മൂന്നാമതായി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്വന്തം ഡിഫൻസ് ഇൻഡസ്ട്രി കൂടുതൽ ശക്തമാകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ജോയിന്റ് വെഞ്ചറിൽ ഇരുവരും തുല്യ പങ്കാളിത്തമാണ് ഷെയർ ചെയ്യുന്നത്. അതായത് ഇന്ത്യക്കും ടെക്നോളജിയിൽ നല്ല നിയന്ത്രണം ലഭിക്കുമെന്നതാണ്. ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന് വലിയൊരു പിന്തുണ കൂടിയാണ്. പ്രസിഷൻ വെപ്പൺസ് പോലെയുള്ള ഹൈടെക് മേഖലയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നതിനുള്ള ഒരു വലിയ തെളിവ് തന്നെയാണിത്. ഇന്ത്യയുടെ എയർഫോഴ്സിനും നേവിക്കും ഇതിന്റെ പ്രയോജനം വളരെ വലുത് തന്നെയാണ് കേട്ടോ. ബങ്കറുകൾ പോലെയുള്ള ശക്തമായ ടാർഗറ്റുകൾ തകർക്കാനും ശത്രുവിന്റെ പ്രധാന സ്ട്രക്ചറുകൾ നശിപ്പിക്കാനും കുറഞ്ഞ അപകട സാധ്യതയിൽ ദൂരത്ത് നിന്ന് തന്നെ ആക്രമണം നടത്താനും ഇത് വരുന്നതോടുകൂടി നമുക്ക് സാധിക്കുമെന്നതാണ്. ഭാവിയിൽ ഇന്ത്യ കൂടുതൽ റഫേൽ ജെറ്റുകൾ ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്ന സാഹചര്യത്തിൽ ഹാമർ പോലെയുള്ള ആയുധങ്ങൾ അതിന്റെ യഥാർത്ഥ ശക്തി വർദ്ധിപ്പിക്കുമെന്നതും നിസ്സംശയം പറയാൻ സാധിക്കും. അതിനാൽ ഇതൊരു സാധാരണ ആയുധ നിർമ്മാണ വാർത്തയല്ല. ഇത് ഇന്ത്യയുടെ യുദ്ധ സാമർഥ്യത്തിൽ ഒരു വലിയ കുതിപ്പടയാളപ്പെടുത്തിയ ഒരു ചരിത്രം തന്നെയായി മാറാൻ പോകുന്ന ഒരു വാർത്തയാണ്.